ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് നമ്മൾ ധ്യാനിക്കാൻ പോണ വചനം സങ്കീർത്തനം 1. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവൻ്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. അവൻ ആറ്റരുകിത്തു നട്ടിരിക്കുന്നതും തക്ക കാലത്തു ഫലം കായ്ക്കുന്നതും ഇല വാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. ദുഷ്ടന്മാർ അങ്ങനെയല്ല, അവർ കാറ്റു പരത്തുന്ന പതിർ പോലെ അത്രേ. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നമ്മൾ ഈ 1 സങ്കീർത്തനം അനുസരിക്കണം. നമ്മുടെ ജീവിതത്തിൽ അനുസരിച്ചാൽ തന്നെ നമുക്ക് കർത്താവ് അനുഗ്രഹങ്ങൾ നമുക്ക് പ്രാപിക്കാൻ പറ്റുള്ളൂ. ദുഷ്ടൻ്റെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും കർത്താവിൻ്റെ നയപ്രമാണം രാപ്പകൽ വായിച്ച് ഹൃദയത്തിൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. അവൻ ആറ്റെടുത്ത് നട്ടതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും ഇല വാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. ഹല്ലേലൂയ. ഈ 1 സങ്കീർത്തനം നമ്മുടെ ജീവിതത്തിലെ നമ്മൾ അനുസരിക്കണം. നമ്മുടെ ഹൃദയത്തിലെ ഈ സങ്കീർത്തനം മനഃപ്പാഠമാക്കി വെക്കണം. എപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ ഈ 1 സങ്കീർത്തനം പറഞ്ഞുകൊണ്ടേയിരിക്കണം. ഈ വചനം നമ്മളെ ശുദ്ധീകരിക്കും. തെറ്റായ സ്ഥലങ്ങളിൽ നമ്മൾ നിൽക്കില്ല. തെറ്റായ ഇരിപ്പിടങ്ങളിൽ ഇരിക്കില്ല. നമ്മൾ ഒരു 4 പേര് അവിടെ നിന്ന് ഒരു തെറ്റായ രീതിയിൽ സംസാരിക്കുമ്പോൾ അവരുടെ ഇടയിൽ നമുക്ക് നിൽക്കാൻ മനസ്സ് വരില്ല. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മൾ ഉണർത്തും. നീ ഇവിടുന്ന് എഴുന്നേറ്റ് പൊയ്ക്കോ, ഇവിടെ നിൽക്കണ്ടെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളുടെ ഉള്ളിൽ സംസാരിക്കും. ഈ 1 സങ്കീർത്തനം എപ്പോഴും നമ്മൾ മനഃപ്പാഠമാക്കി വയ്ക്കണം. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും നല്ലതാണ്. നമ്മുടെ ആത്മീയ വളർച്ചയ്ക്ക് നല്ലതാണ്. നമ്മുടെ അനുഗ്രഹങ്ങൾ, നമ്മുടെ തലമുറകളുടെ അനുഗ്രഹങ്ങൾ, നമ്മളുടെ നാവിലും വായിലും വരുന്ന ഓരോരോ വാക്കുകൾ നമ്മൾ ശ്രദ്ധിക്കണം. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഇന്ന് ഈ വചനം ധ്യാനിപ്പാൻ ദൈവം നമ്മളെ സഹായിച്ച കൃപയ്ക്കായ സ്തോത്രം. നമ്മളെല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ആമേൻ.